ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരു തൂശനിരയിൽ ഇച്ചിരി കുത്തരിച്ചോറും ഇതുപോലെ ഒരു തവി പുളിശ്ശേരിയും ഒഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയാൻ പിന്നെ വേറെ എന്ത് വേണം അല്ലേ? അപ്പോൾ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമായ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ്. അത് സദ്യ സ്റ്റൈലിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. തടിയങ്ക വേണമെങ്കിലും എടുക്കാം. ഇത് വെള്ളരിയാണ്, ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ, നല്ല പഴുത്ത പൈനാപ്പിളാണ്, ചെറിയ പീസായിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സവാള പൊടിയായി അരിഞ്ഞതും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞത്. ഇനി ഒരു മീഡിയം സൈസ് തേങ്ങ നല്ലതുപോലെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും സദ്യ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. പച്ചമുളകും സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന കുമ്പളം ആണ് നമ്മളിടുന്നത്. കുമ്പളം ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ വെള്ളരി ചെറുതായിട്ട് അരിഞ്ഞതും നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം അതിലേക്ക് അതിനാവശ്യമായ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് കുക്കാകണം, ഒന്ന് വേവണം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ചെറുതായി അരിഞ്ഞ പൈനാപ്പിളും ചെറുതായി അരിഞ്ഞ തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ മൺചട്ടി നല്ലതുപോലെ ഒന്ന് അടച്ച് കുറച്ച് സമയം വേവിക്കാം. 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. വെള്ളരിക്കയും കുമ്പളവും പൈനാപ്പിളും തക്കാളിയും എല്ലാം. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സായി വരണം. നമ്മുടെ ഇപ്പോൾ അവസാനം ചേർത്ത തേങ്ങയുടെ അരപ്പ് നല്ലതുപോലെ തിളച്ച് വേവണം. അതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാചകം അവസാനിക്കാറായി. അപ്പോൾ ഇനി നമുക്കിതിനെ ഈ അരപ്പൊന്ന് ചൂടായി വരുന്നൊരു സമയം മാത്രം മതി. അത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്നെടുത്ത് പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് മാറ്റുകയാണ് ഇതിൽ നിന്ന് കുറച്ച്. ഈ അരപ്പ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് പുളിശ്ശേരിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുകയാണ്. ഇതിൽ തൈരും അതിനാവശ്യമുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ കട്ടയില്ലാതെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് ലൂസായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുവറുത്ത് താളിച്ചു കൊടുക്കുക. ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് വറുത്ത് റെഡിയാക്കിയതാണ്. ആ കടുവറുപ്പ് കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കിട്ട് ഒന്ന് താളിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പുളിശ്ശേരി. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ തന്നെ പുളിശ്ശേരി ഉണ്ടാക്കണം. നിങ്ങൾ സദ്യകളിൽ പോയി കിട്ടുന്ന അതേ രുചി തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ.